ഡോക്ടർ വർഗീസ് ജോർജ്, ഈ MOU ഒപ്പിട്ട തീയതിയടക്കം പുറത്തു വരുമ്പോൾ എന്താണ് പറയാനുള്ളത്? അതേപോലെ ഉന്നത വിദ്യാഭ്യാസ നയത്തിലും ഈ തരത്തിൽ നേരത്തെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അന്ന് വേറൊരു PM ഉഷ പദ്ധതിയിലും ഒപ്പിട്ടിട്ടുണ്ട്. അന്നില്ലാത്ത പ്രതിഷേധം എന്തിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്നുള്ളതാണ് CPM-ന്റെ ആവർത്തിച്ചുള്ള ചോദ്യം. ഒന്നാമത്തെ കാര്യം 16-ാം തീയതിയാണ് ഒപ്പിട്ടതെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. ഞങ്ങളെല്ലാം കരുതിയത് ഇന്നലെയാണ് ഒപ്പിട്ടതെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ ഇത് ഒപ്പിട്ടു എന്ന് കേൾക്കുന്നത് തന്നെ ഒരു നിർഭാഗ്യകരമായ വസ്തുതയാണ്. കേരളത്തിലെ ഭരണമുന്നണിയാണ്, ആ ഭരണമുന്നണിയുടെ ഏകോപന സമിതിയാണ് LDF. ആ LDF-ലെ ഘടകകക്ഷികളും ഈ ഒരു ഡോക്യുമെൻ്റ് ഒപ്പിട്ടത് ഒരാഴ്ച മുമ്പായിരുന്നു എന്നുള്ളത് ഇന്നലെയാണ് അറിയുന്നത്. അതൊരു നല്ല കീഴ്വഴക്കമല്ല എന്നുള്ളതാണ്. രണ്ടാമത് PM ഉഷ പദ്ധതിയും ഈ പ്രൊജക്റ്റുമായുള്ള വ്യത്യാസം, ഈ പ്രോജക്റ്റിൽ PM-ശ്രീ പ്രോജക്റ്റിൽ അവർ അസന്നിഗ്ധമായിട്ട് അതിൻ്റെ മാൻഡേറ്റ് പറയുന്നുണ്ട്. ഈ PM-ശ്രീ പ്രോജക്റ്റ് സ്വീകരിക്കുന്ന സ്കൂളുകളിലെ കരിക്കുലം നിശ്ചയിക്കുന്ന തങ്ങളായിരിക്കും. ആ കരിക്കുലം NEP-യുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഫ്രെയിംവർക്കിലുള്ള ഒരു കരിക്കുലമായിരിക്കും. അപ്പോൾ അവിടെ സ്റ്റേറ്റ് സിലബസോ അല്ലെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെയുള്ള ഒരു ഓട്ടോണമി നമുക്കില്ല. അത് കരിക്കുലം പൂർണ്ണമായിട്ട് അവരുടെ കയ്യിലായിരിക്കും. മാത്രമല്ല, ആ സ്കൂളുകളുണ്ടല്ലോ, ആ സ്കൂളുകൾ ഈ ഫണ്ട് സ്വീകരിച്ച് വളർന്ന് ആശയപരമായി മറ്റ് അടുത്തുള്ള സ്കൂളുകളെ സ്വാധീനിക്കുകയും വേണം. അപ്പം ഞങ്ങൾ പഠിക്കുന്ന ഇതൊക്കെയാണ്, നിങ്ങൾ വേറെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഇതൊക്കെ പഠിക്കണ്ടേ എന്ന് കുട്ടികളോട് ചോദിച്ച് അവരെ മാനസികമായിട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് അല്ലെങ്കിൽ ജൽജീവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൃഷിക്ക് വായ്പ എടുക്കുന്ന പോലല്ല. നമ്മൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉപാധികളോടെ വായ്പയെടുത്ത് പ്രത്യേകിച്ചും ആശയപരമായി നമ്മളെ അങ്ങ് ബന്ധിപ്പിച്ച് കഴിയുന്നത് അത് ഭാവി തലമുറയെ വളരെ ബാധിക്കും. നേരത്തെ തോമസ് ഐസക് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇപ്പോൾ കേന്ദ്ര സിലബസ് ആണ് ഇങ്ങോട്ടേക്ക് എത്തുന്നതെങ്കിലും നമ്മുടെ അധ്യാപകരല്ലേ, നമ്മുടെ PTA അല്ലേ ഇടപെട്ടങ്ങ് ശരിയാക്കി കളയുമെന്നാണ്. അല്ലല്ല, ഏകീകൃതമായ കേന്ദ്ര പദ്ധതിയാണ്. അതുകൊണ്ട് ഇതൊരു ഏകീകൃതമായ കേന്ദ്ര പദ്ധതിയാണ്. അതിൽ നമുക്കൊരു ഓട്ടോണമി ഇല്ല കരിക്കുലത്തിൻ്റെയും സിലബസിൻ്റെയും പരീക്ഷയുടെയും ഒക്കെ കാര്യത്തിൽ. വാസ്തവത്തിൽ ഒരു ഇന്നീക്വാളിറ്റി അല്ലേ. ഞാൻ ശ്രീ പത്മനാഭനോട്, നമ്മുടെ സുഹൃത്താണ്, ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ ആകെ സ്കൂളുകളുടെ 1% സ്കൂളുകളാണ് ഈ 14,000 സ്കൂളുകൾ എന്ന് പറയുന്നത് രാജ്യത്ത് ആകെ സെലക്ട് ചെയ്യപ്പെടുന്നത്. 1%. ബാക്കി 99% സ്കൂളുകൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ്. ഇപ്പോൾ SSAയുടെ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഒക്കെ ആ ഒരു കണക്ക് നോക്കിയാൽ 2009 തൊട്ട് ഇക്കണോമിക് പൊളിറ്റിക്കൽ വീക്കിലി വന്നൊരു ആർട്ടിക്കിൾ 2009, 2012 വരെ കുറച്ച് വർധനവുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ അതിൽ പോലും വർധനവില്ല. അപ്പോൾ സെൻട്രൽ ഫണ്ടിങ് എഡ്യൂക്കേഷനുള്ളത് കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ 1% സ്കൂളുകളെ മാത്രം സെലക്ട് ചെയ്ത് അവരെ വളർത്തുന്നത് ഇൻഇക്വാളിറ്റി അല്ലേ? അതിൻ്റെ ആവശ്യമുണ്ടോ? സെൻട്രൽ ഫണ്ടിങ് നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾക്കുണ്ടെങ്കിൽ അത് നിരുപാധികം കൊടുക്കുകയല്ലേ വേണ്ടത്? അത് സ്റ്റേറ്റല്ലേ തീരുമാനിക്കേണ്ടത്. അത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണ്ടേ? മാത്രമല്ല, ഡോക്ടർ ശിവദാസുമായിട്ട് എനിക്ക് ഒരു ഡിസ്കോഴ്സിൽ വരാനുള്ളത്, നമ്മൾ ഈ കൂടുതൽ സെൻട്രൽ സ്കീംസ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുന്ന വഴി നമ്മൾ കൂടുതൽ സ്റ്റേറ്റ് കടത്തിലോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു എല്ലാം മേടിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ മേടിക്കാനാണ്? കൂടുതൽ സെൻട്രൽ സ്കീം വരുന്നതോടുകൂടി അതിൻ്റെ ഷെയർ സ്റ്റേറ്റ് കൊടുക്കണം. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നമുക്ക് ജൽജീവൻ 44,000 കോടി രൂപയാണ് വെച്ചിരിക്കുന്നത്. പകുതി സ്റ്റേറ്റ് കൊടുക്കണം, അതിൻ്റെ പകുതി പഞ്ചായത്ത് കൊടുക്കണം. കൊടുക്കാൻ പറ്റിയോ? നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? നബാർഡിൽ നിന്ന് 8,000 കോടി രൂപ വായ്പ എടുക്കാൻ പോവുകയാണ്, ആ വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി. അപ്പോൾ സെൻട്രൽ സ്കീം വഴി സംസ്ഥാനങ്ങളെ കൂടുതൽ കടക്കണിയിലാക്കുന്ന ഈ പ്രോജക്റ്റുകൾ നമുക്കിവിടെ വേണ്ടെന്ന് പറഞ്ഞേക്കണം. അല്ലാതെ കിട്ടാനുള്ളത് മുഴുവൻ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ നിലപാടിൽ അയവ് വരുത്തുന്നു എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അത് മാത്രമല്ല, PM ഉഷയുടെ കാര്യത്തിലാണല്ലോ പറഞ്ഞത്. ഈ ഹയർ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ഈ മാറ്റവും പ്രോബ്ലമാറ്റിക്കാണ്. അത് ഈ പറയുന്ന പോലെ അത്ര ഇന്നസെൻ്റ് അല്ല, നിഷ്പക്ഷമല്ല. അവിടെ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. 4 ഇയറിലേക്ക് ഗ്രാജുവേഷൻ മാറേണ്ടി വന്നു. ഉള്ളടക്കത്തിൽ ചില മാറ്റങ്ങൾ വന്നു. അതിൻ്റെ അതിൻ്റെ ഖനം നഷ്ടപ്പെട്ടു. കുറേ ഫ്ലെക്സിബിൾ ആണെന്നുള്ളത് സമ്മതിച്ചു. നേരത്തെ നമ്മുടെ ഒരു BA മാത്തമാറ്റിക്സ് അല്ലെ BSc ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടി ലോകത്ത് എവിടെ നിന്ന് പിടിച്ചു നിൽക്കായിരുന്നു. ഞങ്ങളോട് ഒരിക്കൽ പട്നഗർ അവാർഡ് കിട്ടിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെബാസ്റ്റ്യൻ സാറ് ബാംഗ്ലൂർ ഞാൻ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്,
ലോകത്ത് എവിടെയും നമ്മൾ പിടിച്ചു നിൽക്കുമായിരുന്നു. ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിച്ചാൽ മതി എന്താണ് അതിൽ വന്ന മാറ്റമെന്ന്. അപ്പോൾ അതും പ്രോബ്ലമാറ്റിക്കാണ്. അതുകൊണ്ട് ഒരു ഉപാധികളോടുകൂടി പണം തരുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് മാത്രമേ നമ്മളത് സ്വീകരിക്കാവൂ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.